നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഇത് വാങ്ങുന്നതില് ആത്മാഭിമാനം പണയം വെച്ചു എന്നൊരു തോന്നൽ ഉണ്ടാവേണ്ട കാര്യമേ ഇല്ല. ശ്രീയുടെ പഠിത്തത്തില് ഹരീഷിനുള്ള ഉത്തരവാദിത്വം തന്നെ എനിക്കുണ്ട്. അപ്പൊ നമ്മളിവിടുന്ന് വീട് വിട്ട് ഇറങ്ങേണ്ടി വരുമല്ലേ? വേണ്ട. അതെന്താ? ഞങ്ങള് അവിടുന്ന് ഇറങ്ങി ഇവിടെ എത്താറായപ്പോ രുക്മിണി തിരിച്ചു വിളിച്ചു. എന്നിട്ട് പറയണേ, നമ്മളിവിടെ നിൽക്കുന്നതില് അവർക്ക് എതിർപ്പൊന്നുമില്ലാന്ന്. ഇപ്പൊ തന്നെ വാടകച്ചിട്ട് എഴുതാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തിരിച്ചുപോയി 1 വർഷത്തേക്ക് വാടകച്ചിട്ട് എഴുതിയിട്ട് വരുന്ന വഴിയാ ഇത്. ദാ മോളുടെ കയ്യിലുണ്ട് വാടകച്ചിട്ടിന്റെ കോപ്പി. സന്തോഷായി. അടച്ചുറപ്പുള്ളൊരു വീട്ടില് ആദ്യമായിട്ട് നമ്മൾ താമസിക്കുന്നത് ഇവിടെയാ. അതാ ഈ വീട് വിട്ടു പോകാൻ തോന്നാത്തത്. ആ, ഇനി എന്റെ മോൻ എനിക്കൊരു വാക്കുകാരൻ. നിനക്ക് നല്ല കാലം ഉണ്ടാകുമ്പോ ഈ വീട് നീ വാങ്ങണം. എനിക്ക് വേണ്ടി നീ ഇത് ചെയ്യൂ. ചെയ്യാച്ച, ഉറപ്പായും ചെയ്യാം. ഹൃദയ മോള് രാജുവിന്റെ ജീവിതത്തിലേക്ക് വന്നില്ലേ? ഇനി എല്ലാം പോസിറ്റീവായിട്ട് മാത്രമേ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുള്ളൂ. നോക്കിക്കോ. ഋതിക, ഒരുപാട് നന്ദിയുണ്ട്. ഈ വീട് എനിക്ക് ഒരുപാട് ഓർമ്മകൾ തന്നിട്ടുള്ളതാ. എന്റെ കല്യാണം കഴിഞ്ഞത് ഈ വീട്ടില് വെച്ചാ. ഐഷുമോള് ജനിച്ചതും ഈ വീട്ടില് വെച്ചാ. വീണ്ടും ഈ വീട്ടിൽ തന്നെ താമസിക്കാൻ കഴിയുന്നത് ഒരുപാട് സന്തോഷമുള്ള കാര്യമാ. പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും നന്ദിയുണ്ട്. എന്തിനാ ഇപ്പൊ നന്ദിയൊക്കെ പറയുന്നേ? രാധമ്മ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ചിലപ്പോ ഒന്നും ചെയ്യാൻ കഴിയുമായിരുന്നില്ല. സത്യത്തിൽ ആ കോമ്പറ്റീഷനിൽ പങ്കെടുത്തതും ആ ഫുഡ് ഉണ്ടാക്കിയതും രാധമ്മ തന്നെ. എന്താ മോളെ പറയുന്നേ? മോളല്ലേ അതിൽ പങ്കെടുത്തതും അതിന്ന് കാശ് വാങ്ങിച്ചതും? ഞാൻ ജസ്റ്റ് ഒരു റോബോട്ടിനെ പോലെ രാധമ്മ പറഞ്ഞു തന്ന കാര്യങ്ങള് മാത്രമേ ചെയ്തുള്ളൂ. സത്യത്തിൽ ഇതെല്ലാം രാധമ്മയുടെ മാത്രം നേട്ടങ്ങളാ. മതി മതി, ഇനി കൂടുതൽ പുകഴ്ത്തിയാലേ ഞാനങ്ങ് ഒരുപാട് പൊങ്ങിപ്പോകും. എന്തായാലും അത് വേണ്ട. ആ, എന്തായാലും ഇന്ന് സന്തോഷത്തിന്റെ ദിവസമല്ലേ, നമുക്ക് അല്പം മധുരം കഴിച്ച് തന്നെ ആഘോഷിക്കാം. ഷുഗറാ? എന്നും ഈ കുടുംബത്തിന്റെ സന്തോഷം ഇതുപോലെ നിലനിൽക്കണം. അത് മാത്രം മതി. ഒരു ദിവസം നമ്മുടെ ശ്രീയെ ഹരീഷയും കൂടി വിളിക്കണം. എന്നിട്ട് ഒരുമിച്ച് ചെറുതായിട്ടൊന്ന് ആഘോഷിക്കണം. ചെറുതായിട്ട് മതി. വിളിക്കാച്ച. ശ്രീ, എനിക്ക് വിശക്കുന്നു, ആഹാരം എടുക്ക്. വരുന്നു. വേഗം കൊണ്ടുപോവാ. ഹലോ, ഇത്ര നേരത്തെ ഭക്ഷണം കഴിക്കാൻ പോവാണോ? ഋതിക, രാജുട്ടാ വാ. രാജുട്ടാ ഇരിക്കേ. എന്തൊക്കെയുണ്ടാ? സുഖം. ശ്രീ, ശ്രീകൾക്ക് സുഖാണോ? സുഖ. നിങ്ങൾ എന്തെങ്കിലും കഴിച്ചോ? ആ, അതിന് കഴിക്കാനുള്ള സമയമായിട്ടില്ലല്ലോ. എന്നാ ഞാൻ നിങ്ങൾക്ക് ഭക്ഷണം എടുക്കട്ടെ? വേണ്ട ശ്രീ, നിങ്ങൾ ആദ്യം കഴിക്കും. അയ്യോ, അത് പറ്റില്ല. ഞങ്ങൾ പിന്നെ കഴിച്ചോളാം. ആദ്യം അതിഥികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ കഴിച്ചേ പറ്റൂ. ഞാൻ ഭക്ഷണം എടുക്കാം. കഴിക്കാം, അവരുടെ സന്തോഷല്ലേ. കഴിക്കേട്ടാ. വേണ്ട മോളെ. ശ്രീ, കഴിക്കേട്ടാ.
എനിക്ക് വേണ്ട. ശ്രീ, അല്ല നിങ്ങൾ കഴിക്കുന്നില്ലേ? ആ ഞങ്ങൾ കഴിച്ചോളാം. അത് പറ്റില്ല. ഞങ്ങൾ കഴിക്കണമെന്ന് നിങ്ങൾ വാശി പിടിച്ചു. ഞങ്ങൾ കഴിച്ചു. ഇനി നിങ്ങൾ കഴിക്കേ. ഏട്ടാ, ഞങ്ങള് കഴിച്ചോളാം. ആദ്യം നിങ്ങളോട് കുറച്ച് സംസാരിക്കട്ടെ, വിശേഷങ്ങളൊക്കെ ഒന്ന് അറിയട്ടെ. അത് കഴിഞ്ഞ് കഴിച്ചോളാം. നിങ്ങൾ ഇരിക്ക്. ശ്രീ, ഹരീഷേ, സത്യം പറയണം. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഏയ്, അവർക്കെന്ത് ബുദ്ധിമുട്ട്? കണ്ടാ തന്നെ അറിയില്ലേ അവർ ഹാപ്പിയാണെന്ന്, അല്ലേ ശ്രീ? അതെ. ആ, സത്യം പറഞ്ഞ ഞങ്ങള് വന്നത് വേറൊരു കാര്യത്തിന്. നിങ്ങൾക്കറിയാലോ ഞാനൊരു കോമ്പറ്റീഷനിൽ പങ്കെടുത്ത കാര്യം. അതിൽ ഞാൻ വിൻ ചെയ്തില്ലെങ്കിലും എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അതിൽ നിന്നും കുറച്ച് കാശും കിട്ടി. ഞാൻ അതിന്ന് ഒരു 85,000 രൂപ മാറ്റി വെച്ചിട്ടുണ്ട് ശ്രീയുടെ ഫീസ് അടയ്ക്കാൻ വേണ്ടി. ഞങ്ങള് അതും കൊണ്ടാ വന്നത്. ശ്രീ, ഇത് വാങ്ങിക്കേ. അയ്യോ, ഇതൊന്നും വേണ്ട ഋതിക. അതെന്താ ഹരീഷ് ക്യാഷ് വേണ്ടെന്ന് പറഞ്ഞ്? പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല. ഹരീഷിന് രമ്യ ക്യാഷ് തന്നാ വാങ്ങില്ലേ? എന്നെ രമ്യയുടെ സ്ഥാനത്ത് കണ്ടാ മതി. രമ്യ ക്യാഷ് എന്നാ വേണ്ടെന്ന് പറയില്ലല്ലോ. അതേപോലെ ഞാൻ ക്യാഷ് എന്നാലും വേണ്ടെന്ന് പറയാൻ പാടില്ല. മനസ്സിലായോ? നമ്മളിപ്പോ അന്യരല്ല, ഒരു കുടുംബത്തിലെ അംഗങ്ങളാ. കുടുംബത്തിൽ ഒരാൾക്ക് ഒരു ആവശ്യം വന്നാലേ അത് നികത്താൻ കഴിയുന്നവരത് ചെയ്യണം. അതാണ് കുടുംബത്തിന്റെ അലിഖിത നിയമം. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട. ഈ ക്യാഷ് വാങ്ങിയേ പറ്റൂ. ഇത് വാങ്ങുന്നതില് ആത്മാഭിമാനം പണയം വെച്ചു എന്നൊരു തോന്നൽ ഉണ്ടാവേണ്ട കാര്യമേ ഇല്ല. ശ്രീയുടെ പഠിത്തത്തില് ഹരീഷിനുള്ള ഉത്തരവാദിത്വം തന്നെ എനിക്കുണ്ട്. അതുകൊണ്ട് കൂടുതലൊന്നും പറയണ്ട, ഇത് വാങ്ങണം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.